ഹായ്, നമസ്കാരം. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതൊരു പുതിയ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരു 2017 തൊട്ട് ഇതൊരു ശീലമാണ്. മാക്സിമം എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് വാങ്ങിക്കുക, അത് ഡെയിലി യൂസിൽ പറ്റുന്നതെല്ലാം ഡെയിലി യൂസിൽ തന്നെ കൊണ്ടുവരിക, ശീലങ്ങളിൽ മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നീമാൻസ് എന്ന് പറയുന്നൊരു കമ്പനി 2 വർഷം മുമ്പ് ശ്രദ്ധയപ്പെട്ടു. അവരുടെ ഒരു ഷൂ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെരുപ്പ് കമ്പനിയാണ്. അവരുടെ ഒരു ഷൂ മേടിച്ചു. ആ ഷൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തുണ്ടാക്കുന്ന ഷൂ ആണ്. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. അന്ന് മേടിച്ചപ്പോൾ ഉള്ള ആ ഒരു പെർഫെക്ഷൻ തന്നെ ഇപ്പോഴും ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കംഫർട്ടബിളാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ അതിൽ സൈസിൻ്റെ, നമ്മൾ ഓൺലൈൻ മേടിക്കുന്നതുകൊണ്ട് സൈസിൻ്റെ പ്രശ്നം വരാറുള്ളതുകൊണ്ട് ആദ്യം മേടിച്ചതിൻ്റെ സൈസ് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത് അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റിട്ടേൺ വിട്ടിട്ട് വീണ്ടും രണ്ടാമത് മേടിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ നല്ല ഡീസൻ്റ് ആയിട്ടാണ് ഡീൽ ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ ഷൂ മാറ്റിയിട്ട് നമുക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം വേണമെന്ന് വിചാരിച്ചിട്ട് നീമൻസിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിലൊരു പുതിയ പ്രോഡക്റ്റ് കണ്ടു. അത് കോർക്ക് സാൻഡിലാണ്. കോർക്ക് സാൻഡിൽ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കോർക്ക് നമുക്കറിയാം, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയൊക്കെ അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില കോർക്കുകളില്ലേ, ആ മെറ്റീരിയൽ തന്നെ. അത് തടിയിൽ നിന്നാണ്. അത് സസ്റ്റൈനബിൾ ആണെന്നാണ് അവർ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത്. എനിവേ, ഇതിലെനിക്ക് നീമൻസിനോട് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാക്കിങ് 100% എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ആണ്. എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പല പ്രോഡക്ട്സും പാക്കിങ് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലിട്ട് തരുമ്പോൾ തന്നെ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണത്. അപ്പം നീമൻസ് ആ കാര്യത്തിൽ ഡീസൻ്റ് ആണ്. 100% എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. എനിക്ക് സൈസ് പാകാണെന്ന് അറിയില്ല, പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും നിങ്ങളെപ്പോലെ എക്സൈറ്റഡ് ആണ്. എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, താല്പര്യമുള്ളവർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനും അതേ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. നോക്കട്ടെ, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിനെ യൂസ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. 100% എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ സെല്ലോ ടൈപ്പിന് വേറെ ചോയ്സ് ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും സെല്ലോ ടൈപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെല്ലോ ടൈപ്പൊക്കെ തന്നെയാണ്. സോ 100% എന്ന് പറയുന്ന വാദം നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. വേറെ ഓപ്ഷൻസ് ഇല്ലായിരിക്കും. എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഡീസൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള സംഭവമൊക്കെ ഡീസൻ്റായിട്ട് എല്ലാം കാർഡ്ബോർഡ് പെട്ടിയിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റും പഴയ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. എന്താണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് നോക്കാം. സോ സൈസ് UK 8 ആണ്. ആ പ്രിൻ്റഡ് വിലയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വില അത്രയും വിലയൊന്നുമില്ല. അവർ 60% ഓഫിലാണ് ഇത് തന്നത്. ഓഫറുകൾ വരാറുണ്ട്. അപ്പോൾ പ്രിൻ്റഡ് വിലയേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട്. 60% ഓഫിലാണ് ഇപ്പോൾ എനിക്കിത് കിട്ടിയത്. സോ വില കണ്ട് ഞെട്ടണ്ട. എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വില കൂടുതലാണെന്ന് പറയാം. അകത്തും അത്യാവശ്യം ഡീസൻ്റായിട്ട് പേപ്പറിലൊക്കെ തന്നെയാണ് പൊതിഞ്ഞ് തന്നിരിക്കുന്നത്. ഇതാണ് ഐറ്റം, ഇതാണ് സാധനം. കണ്ട, മെറ്റീരിയൽ കോർക്കാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. UK 08 ആണ് ഇതിൻ്റെ സൈസ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പഞ്ചാബിൽ മറ്റാണ് ഇവരുടെ കമ്പനി. പഞ്ചാബാണെന്ന് തോന്നുന്നു. യെസ്, റീസൈക്കിൾഡ് മെറ്റീരിയൽ കൊണ്ടാണ്, കംഫർട്ടബിൾ ആണ്, ഡ്യൂറബിൾ ആണെന്നൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നീമൻസ്, അതാണ് കമ്പനിയുടെ പേര്. ഓക്കെ, റേറ്റ് ഇത്ര ഇല്ല. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 299, 3000 അടുത്തെന്ന് പറയുന്നു. അത്രയില്ല, 60% കുറവിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കാം നമുക്ക്. എനിക്ക് പാകാണെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം റിട്ടേൺ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. റിട്ടേണൊക്കെ ഡീസൻ്റായിട്ട് അവർ എടുത്തോളും. നമുക്ക് വേറെ സൈസിൽ അല്ലെങ്കിൽ വേറെ കളറൊക്കെ വേണമെങ്കിൽ മാറ്റി മേടിക്കാനൊക്കെ പറ്റും. കളർ കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് തന്നെയാണ് മേടിച്ചത്. പിന്നെ ബ്ലാക്കൊക്കെ ഉണ്ട് കേട്ടോ. പല കളറുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിങ്ക് പോലത്തെ കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ അതനുസരിച്ച് മേടിക്കാവുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. സൈസ് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുന്നത് എനിക്ക് അത്ര തോന്നുന്നില്ല. കുറച്ചൊക്കെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇട്ടിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. നടന്നിട്ടൊക്കെ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിവേ, കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. കാണാനും വലിയ തിരക്കേടില്ല. സോ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണ്. എനിക്കിഷ്ടപ്പെട്ടാൽ ഇതും എൻ്റെ ശീലമാകാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളോട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് പറയാം. എനിവേ, ഇവരുടെ ഷൂ, നീമൻസിൻ്റെ ഷൂ പെർഫെക്റ്റ് ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റാണ്. കോർക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് അതിനകത്ത് അട്രാക്ട് ചെയ്ത ഫാക്ടറും. എനിവേ, അവർ നല്ല രീതിയിൽ തന്നെ അത് ഡെലിവറി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡേ നൈറ്റൊക്കെ യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുന്നു. അത് മാത്രമേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട്. സാധാരണ ചെരുപ്പുകൾക്കൊക്കെ ഉള്ള വെയിറ്റൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു.
ആ നീമൻസിൻ്റെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണാം. പല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അവരുടെ ചപ്പൽസൊക്കെ ഉണ്ട്, ഈ റീസൈക്കിൾഡ് ടയറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ചപ്പൽസ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് രണ്ടാമത്തെ പ്രോഡക്റ്റാണ് പറയുന്നത് മേടിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം.